ഇന്ത്യയിലും വിദേശത്തുമായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇറാം മോട്ടോഴ്സും അതേപോലെ ITL ട്രാവൽസും. ഇതേപോലെ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയാണ് സിദ്ദിഖ് അഹമ്മദ് എന്ന് പറയുന്ന തട്ടിപ്പ് വീരൻ. കഴിഞ്ഞ 3 എപ്പിസോഡായി ഞങ്ങൾ പുറത്തുവിട്ട ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിൻ്റെ കഥയാണ് ഞങ്ങൾ നേരിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തട്ടിപ്പിനിരയായ മിസ്റ്റർ അക്ബർ അഡ്വക്കേറ്റ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം എങ്ങനെയാണ് ഈ തട്ടിപ്പിനിരയായത്, എത്രമാത്രം തട്ടിപ്പിനിരയായ ശേഷം സിദ്ദിഖ് അഹമ്മദ് അടക്കമുള്ള ആളുകളുടെ നിലപാടെന്താണ്, ഇതുപോലെ ധാരാളം ആളുകൾ തട്ടിപ്പിനിരയായ കഥകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആരായിരുന്നു ഈ സിദ്ദിഖ് അഹമ്മദ്, ഇന്ന് ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്റർവ്യൂയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. നമസ്കാരം അഡ്വക്കേറ്റെ. നമസ്കാരം. താങ്കൾ ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോടതിയിലൊക്കെ വാദിച്ച് നീതി മേടിച്ചു കൊടുക്കുന്ന ആള്. അപ്പം താങ്കൾക്ക് തട്ടിപ്പ് എന്താണെന്നും അല്ലാത്ത എന്താണെന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. താങ്കൾ 2,33,00,000 രൂപയാണ് തട്ടിപ്പിനിരയായത്. അതിനുശേഷം 10-12 വർഷമായി അല്ലേ? അതെ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് സഹിതം കൂട്ടുകയാണെങ്കിൽ ഏകദേശം 10 കോടി രൂപയുടെ വരുമാനം തട്ടിപ്പിന്. അതേ സമയത്ത് താങ്കൾ കൊടുത്ത പണം കൊണ്ട് കിങ്ഡം സ്കഫോൾഡിംഗ് കമ്പനിയുടെ പേരിൽ അന്ന് വാങ്ങിയ ഉണ്ടെന്ന് പറയുന്ന 1.5 ഏക്കർ സ്ഥലം അല്ലേ? അതെ. അത് ഇപ്പം അതിന്റെ എല്ലാം കൂടി വരുമ്പോ ഒരു 19 കോടി. അതില് 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പിന്നെ അതിന്റെ ഫയർ ഫൈറ്റിംഗ്, അതിന്റെ മതില് സൗദി അറേബ്യയില് ആസ്ഫൽട്ടിങ്, കോമ്പൗണ്ട് വാള്, വലിയ ജനറേറ്റർ, കുറച്ച് മെഷീനറികൾ എല്ലാം കൂടെ കൂടിയിട്ട് അതിന്റെ വർക്ക് തീർത്തത് ഞാനാണ്. അപ്പൊ അതെല്ലാം കൂടെ ഒരു ഇപ്പോഴത്തെ വാല്യൂ ഒരു 50 കോടി രൂപ ഉണ്ടാവും. അതായത് താങ്കളാണ് യഥാർത്ഥത്തിൽ 50 കോടിയുടെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത്. 50 കോടിയിൽ ഒരു പകുതി എന്റെ പണമാണ്. 25 കോടി താങ്കൾക്ക് അവകാശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ. താങ്കൾക്കിടെ എങ്ങനെയാണ് ഈ തട്ടിപ്പിനിരയത് ഒന്ന് വിശദീകരിക്കാമോ? കാരണം എത്രമാത്രം സമർത്ഥരാണ് ഈ തട്ടിപ്പുകാർ എന്നുള്ളത് ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇതേപോലെ ധാരാളം ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട്. അവർ ക്രൈമിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഥകൾ കൂടി ഞങ്ങൾ പുറം ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അവർക്കും ഇതേപോലെ അനുഭവങ്ങളാണ്. താങ്കൾക്കുണ്ടായ തട്ടിപ്പ് എങ്ങനെയാണ് തട്ടിപ്പിന് കുടുങ്ങിയത്, ഇതുവരെയുള്ള സ്റ്റോറി ഒന്ന് ഡോക്യുമെന്റ് സഹിതം ഒന്ന് പറയാമോ? മന്നലാങ്കുന്ന് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ വാരിസ്, കരിയാടൻ അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി സിദ്ദീഖ് അഹമ്മദിന്റെ കൂട്ടുകാരനാണ്. സിദ്ദീഖ് അഹമ്മദായിട്ട് അയാളുടെ ഉമ്മ വീടും ഒക്കെ ആയിട്ട് വളരെ അടുപ്പം, സിദ്ദീഖ് അഹമ്മദിന്റെ മാമ ഒക്കെ ആയിട്ട് ഇറാം ഗ്രൂപ്പിന്റെയും ITL ട്രാവൽസിന്റെയും ഉടമയായിട്ടുള്ള സിദ്ദീഖ് അഹമ്മദായിട്ട് വളരെ വ്യക്തിബന്ധമുള്ള ആളാണ്. അപ്പോൾ അവരാദ്യം ഈ കമ്പനി തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് സിദ്ദീഖ് അഹമ്മദിനെ ഇറാം ഗ്രൂപ്പിന്റെ ഇറാം ഹോൾഡിങ്സിന്റെ കീഴിൽ ഈ സ്കഫോൾഡിംഗ് കമ്പനി വരത്തക്ക രീതിയിൽ കുറച്ച് പണം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നിട്ട് അയാൾ ആ MOUയിൽ നിന്ന് ഒരു MOU അവരായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ സമീപിച്ചു. ഈ അബ്ദുൽ വാരിസ് എന്ന് പറയുന്ന വ്യക്തി എന്നെ സമീപിച്ചു. മന്നലാങ്കുന്നിലുള്ള കരിയാടൻ അബ്ദുൽ മനാഫ്, അബ്ദുൽ വാരിസ്, അദ്ദേഹത്തിൻ്റെ അനുജൻ മുഹമ്മദ് ആരിഫ്, ഇവരൊക്കെ കൂടി എന്നെ സമീപിച്ചിട്ട് എന്നെ സൗദി അറേബ്യയിലേക്ക് വിസ എടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് സിദ്ദീഖ് അഹമ്മദിനെ കണ്ടു. സിദ്ദീഖ് അഹമ്മദ് പറഞ്ഞു അയാൾ കുറച്ച് പൈസ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട്, ആ പൈസ തിരിച്ചു തരണം. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ഈ കമ്പനി ഞങ്ങളാക്കി തരാം. ഇതിന് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, ഇത് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റാണ്. അപ്പോൾ അന്ന് പറഞ്ഞു ഇത് പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾ ഇത്ര മുടക്കി കഴിഞ്ഞാൽ, നിങ്ങൾ 2 കോടി രൂപ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10-20 കോടി രൂപയ്ക്ക് വാല്യൂ ഉണ്ടാവും എന്ന് സിദ്ദീഖും എല്ലാവരും കൂടെ സിദ്ദീഖിൻ്റെ ദമാം ഓഫീസിൽ ഇരുന്ന് സിദ്ദീഖിൻ്റെ സ്പോൺസറും പാർട്ട്ണറും ആയിട്ടുള്ള സത്താം ഒമേരി എന്ന് പറഞ്ഞുള്ളൊരു അറബി, അയാൾക്ക് അന്ന് ഒരു 10-25 വയസ്സുള്ളൂ, അയാളെല്ലാവരും കൂടി ഇരുന്ന് 2013 ജനുവരി 20-ാം തീയതി ഇത് 21-നോ ഇരുന്ന് സംസാരിച്ച് ഒരു MOU വെച്ചു. ആ MOU ആണത്. ആ MOUയിൽ അബ്ദുൽ വാരിസിൽ ആയിക്കലി പിന്നെ ഒരു സത്താം ഒമേരി അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് 3,10,000 റിയാൽ, ഞാൻ ഖത്തറിൽ നിന്നാണ് വന്നത്, എൻ്റെ ഒരു വസ്തു ഞാൻ പണയപ്പെടുത്തിയിട്ട് പ്രമോദ് എന്ന് പറഞ്ഞ ഒരാളുടെ നിന്ന് 3,10,000 റിയാൽ 3,25,000 റിയാൽ വാങ്ങിച്ചു. അതിൽ 3,10 ഇവർക്ക് കൊടുത്തു. കയ്യോടെ തന്നെ എഗ്രിമെൻ്റ് എഴുതി ആ പൈസ അപ്പം തന്നെ സിദ്ദീഖിനും കൊടുത്തു. ആ സിദ്ദീഖ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയെന്ന് പറഞ്ഞു. പക്ഷേ കാര്യങ്ങളെല്ലാം സിദ്ദീഖും ഇവരെല്ലാം കൂടെ കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞു.
സിദ്ദീഖിൻ്റെ കൺസൾട്ടൻ്റ് ആണ് ഇയാൾ അവിടെ ഭയങ്കര ഹോൾഡാണ്. ഇയാൾ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ആര്? സത്താം ഉമേരി. നിങ്ങളുടെ പേരിലേക്ക് ഉടനെ ആക്കിത്തരും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവരെ വെച്ച് സമ്മതിച്ച്. അതിനുശേഷം അവർ രണ്ടുപേരും നാട്ടിൽ വന്ന്, ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇതിൻ്റെ പൈസ വീണ്ടും പറഞ്ഞു, സിദ്ദീഖ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്, കുഴപ്പമില്ല, നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, അയാളും കൂടെ ഉണ്ടാവും കമ്പനിയിൽ, കുറച്ച് ഷെയർ അയാളും കൂടെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേഗം അയച്ചോ, പെട്ടെന്ന് നമുക്ക് വർക്ക് തീർക്കാം. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് തന്നെ ഒരു 100 കോടി രൂപ ബാങ്കിൽ പാസ്സായി കിടപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള വർക്കിന് അവരുടെ ഭാഗം പൈസ, ഞാൻ എൻ്റെ ഭാഗം ഫണ്ട് പ്രൂഫ് ഞാൻ കാണിച്ചു, എനിക്ക് ഇത്ര ഉണ്ട്, ഞാൻ ഖത്തറിൽ സ്ഥലം വിറ്റിട്ട് എനിക്ക് 800,000 റിയാൽസ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 ചില്ലാനം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ബാക്കി ആ പൈസ അവിടെ വേറെ ഒരുത്തൻ റലീഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് അയാളെടുത്തോണ്ട് പോയി എൻ്റെ ആ പൈസ. ഇതിന് വേണ്ടിയിട്ട് ആകാശം കൂടെ പോയിട്ടുണ്ട് സത്യത്തിൽ എൻ്റെ. അതെനിക്ക് അവൻ സൗദിയിലേക്ക് അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചു തന്നില്ല. അത് ഒരു 5 ലക്ഷം റിയാലിൽ കൂടുതൽ അവൻ എടുത്തു. ദാറ്റ് മീൻസ് അന്നത്തെ പൈസ ഒരു 70 ലക്ഷം രൂപ അവൻ എടുത്തു. ഇപ്പോഴത്തെ വില അവനത് പിന്നീട് എനിക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കേസ് കൊടുത്ത് വാങ്ങിച്ചെടുത്ത് ഞാൻ. അവനവിടെ വലിയൊരു കമ്പനി ഹാംപ്ടൺ എന്നും പറഞ്ഞിട്ട് ഒരു ഹസൻ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള ആളുടെ നിന്ന് ആ കമ്പനി വാങ്ങിച്ചിട്ട് അയാളെയും പറ്റിച്ച്, അതിന്റെ അറബിനെയും പറ്റിച്ച്, എല്ലാവരെയും പറ്റിച്ച്, എന്നെയും പറ്റിച്ചു. പക്ഷെ എന്നെ മാത്രം അവന് പറ്റിക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ക്രൈംബ്രാഞ്ചിലൊക്കെ കേസ് കൊടുത്തിട്ട് അവൻ എനിക്ക് എൻ്റെ പൈസ തന്നു. അത് വേറൊരു പാർട്ടാണത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ പെട്ടലാണത്. ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കിയതാണ് അവിടെ. പക്ഷെ അതിൽ നല്ലൊരു പൈസ അവിടെ തന്നെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഈ പൈസ ഞാൻ ഇവിടെ ബാലൻസ് പൈസ മുഴുവൻ ഞാൻ സിദ്ദീഖ് പറയുന്നിടത്തും ഇവർ പറയുന്നിടത്തും എല്ലാം കൊടുത്തിട്ട് എനിക്ക് കറക്റ്റായിട്ട് റെസീറ്റ് പാർട്ട്നേഴ്സ് തന്നു. പണം കൊടുത്തതിനെല്ലാം റെസീറ്റ്സ് എഗ്രിമെന്റും തന്നു. കിങ്ഡം സ്കാഫോൾഡിങ്ങിന്റെ പാർട്ട്ണർമാരും സിദ്ദീഖിന്റെ പാർട്ട്ണർമാരുമായിട്ടുള്ള അവർ എനിക്ക് തന്നു. എനിക്ക് എൻ്റെ പേരിൽ ആവണ വരെ എനിക്ക് ഒരു ഗ്യാരണ്ടി തരാമെന്ന് ഇവർ പറഞ്ഞിരുന്നു. സിദ്ദീഖും എല്ലാവരും പറഞ്ഞിരുന്നു. ഒരാളും എനിക്ക് നാട്ടിൽ ഗ്യാരണ്ടി തന്നില്ല, നിങ്ങളുടെ പേരിൽ ഉടനെ കമ്പനി ആവും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കമ്പനി ഇവിടെ പ്രശ്നമാണത്, നിങ്ങൾ അങ്ങനെ ആക്കാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട്. ഇത് എന്ത് കമ്പനിയാണ് ഇവിടെ? പ്രൊഡക്ഷൻ? അത് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു, സ്കാഫോൾഡിംഗ് ആൻഡ് ഫോം വർക്ക്സ് എന്ന് പറഞ്ഞാൽ. വലിയ സൗദിയിലെ ആ സമയത്ത് വലിയ പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്, വലിയ 20 നില 50 നില കെട്ടിടങ്ങളൊക്കെ പണിയാനായിട്ട്. അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ തട്ടും തലാനം, നമ്മൾ വാർക്കൊക്കെ വേണ്ടിയിട്ട് തട്ടും തരാനും ഉപയോഗിക്കുമല്ലോ, അവിടെ അതിന് വലിയ സ്കാഫോൾഡിങ്. ഇവിടെ ഇപ്പൊ നമ്മൾ മെട്രോ ഒക്കെ പണിയണം പോകുമ്പോൾ അതിന്റെ അടിയിൽ സപ്പോർട്ട് കണ്ടിട്ടില്ലേ, വലിയ ബീമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ, അതുണ്ടാക്കുന്ന കമ്പനി. അതാണ് അതിന്റെ ഒറിജിനൽ ലൈസൻസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിന്റെ 35% ഷെയറാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത്. അതായത് 50 സെന്റ് സ്ഥലത്തോളം എനിക്കാണ് അതിനകത്ത് കിട്ടുക, 1.5 ഏക്കറിൽ 35% ഷെയർ എന്ന് പറയുമ്പോൾ അതായിരുന്നു അതിന്റെ ഒറിജിനൽ. അതങ്ങനെയായിരുന്നു. അപ്പൊ ആ എഗ്രിമെന്റ് ഒക്കെ ചെയ്തു. അതിൽ ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്? അതിനകത്ത് സത്താം ഉമേരി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് അമീന്റെ പാർട്ട്ണർ ഒപ്പിട്ടിട്ടുണ്ട്, സൗദി അറേബ്യക്കാരൻ. അതെ, അതിൽ ഇയാൾക്ക് ഇത്ര രൂപ കൊടുക്കണം എന്നും പറയുന്നുണ്ട് സിദ്ദീഖ് അമീന്. അത് നമ്മൾ കൊടുക്കുകയും ചെയ്തു, ആ പൈസ കൊടുത്തു. അതിനുശേഷം ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവര് 2015 ഈ കമ്പനി ഇത് വിൽക്കുമ്പോഴോ ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴോ കമ്പനി പ്രവർത്തനമാക്കുമ്പോഴോ എൻ്റെ പൈസ ഇവർ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഇവരത് തരാതെ സത്താം ഉമേരിനെ പാർട്ട്ണറാക്കിയിട്ട് ഈ കമ്പനി 3 കൊല്ലം ഓടിച്ചവർ. ലിക്വിഡേറ്റ് ചെയ്തില്ല. 3 വർഷം ആ കമ്പനി കിങ്ഡം സ്കാഫോൾഡിംഗ് കമ്പനി ആയിട്ട് സ്കാഫോൾഡിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ തുടർന്നു. അതിന്റെ രേഖ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു എഗ്രിമെന്റ് തന്നു, എൻ്റെ പണം തിരികെ തരാമെന്നും പറഞ്ഞിട്ട്. എന്നോട് അതിൽ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു, പൈസ തിരികെ തരാമെന്നും പറഞ്ഞിട്ട് ഇവരത് തരാതെ ഈ അഗ്രിമെന്റിൽ ഞാൻ മൊത്തം മുടക്കിയ തുക ഇത്രയുണ്ട്, അതിൽ ഇത്ര രൂപ പിന്നെ ഇന്ന രീതിയിൽ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിലോ വിൽക്കുകയാണെങ്കിലോ പുതിയ പാർട്ട്ണർ ചേർക്കണമെങ്കിലോ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഗ്രിമെന്റ് തന്നിട്ട് അത് എനിക്ക് കിട്ടിയില്ല. പകരം ആ ഡേറ്റ് 18/4/2015, 10 വർഷം മുമ്പ്. 10 വർഷം മുമ്പ്. പണം മുടക്കിയത് ഇതിന് 2 വർഷം മുമ്പാണ്. അതിൽ ആരൊക്കെ ഒപ്പിട്ടുണ്ട്? അതിൽ ഈ സ്കാഫോൾഡിംഗ് കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ഇയാള് ലായിക്കലി ഒപ്പിട്ടിട്ടുണ്ട്, പിന്നെ അബ്ദുൽ വാരിസ് ഒപ്പിട്ടിട്ടുണ്ട്.
രണ്ട് സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉണ്ട്. അബ്ദുൽ വാരിസിന്റെ വേറെ ഉണ്ട്. ഇതിലൊന്നും സിദ്ദീഖ് അഹമ്മദ് ഒപ്പിട്ടില്ലല്ലോ. ഇതിൽ സിദ്ദീഖ് അഹമ്മദ് ഒപ്പിട്ടിട്ടില്ല. പക്ഷെ ഇതിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സത്താം ഉമൈറിനെ പാർട്ട്ണറായി കഴിഞ്ഞപ്പോൾ ഇത് കിങ്ഡം സ്കഫോൾഡിങ് ഇറാം ഗ്രൂപ്പിന്റെ കീഴിലേക്ക് ഈ കമ്പനി വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് പണം മുടക്കിയേക്കുന്നത് സത്താം ഉമൈരിക്ക് അറിയാം, സിദ്ദീഖ് അഹമ്മദിന് അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവരോടും പറഞ്ഞിട്ടാണ്. അവരിത് 3 വർഷം ഇതിങ്ങനെ ഈ കമ്പനി ഓടിച്ചിട്ട് ഇവർ ഈ കമ്പനി ഒരു സുപ്രഭാതത്തിൽ ലിക്വിഡേറ്റ് ചെയ്യണം. ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇല്ലാതാക്കി ഞാൻ ഒരാക്കി. എന്നിട്ട് അസറ്റ് എല്ലാം ഹൈഡ്രോഫിറ്റ് അറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു കമ്പനിയിലേക്ക് സിദ്ദീഖ് എൻ്റെ പണം നൽകാതെ ഇത് മാറ്റിയെടുത്ത് അങ്ങേരുടെ മാത്രം പേരിലേക്ക് ആക്കി. അതായത് താങ്കളുടെ പണം അടക്കം ഉപയോഗിച്ച് സ്കഫോൾഡ് ഈ കമ്പനി കിങ്ഡം സ്കഫോൾഡിങ് കമ്പനിയുടെ 35% ഷെയർ തരാന്ന് പറഞ്ഞ് താങ്കൾക്ക് ഷെയർ അലോട്ട് ചെയ്തിരുന്നു. എഗ്രിമെന്റ് പ്രകാരം അലോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. എഗ്രിമെന്റ് പ്രകാരം അല്ലാതെ തന്നെ അവിടെ CR ആക്കിയില്ല, അവിടെ നിയമപ്രകാരം ആക്കിയില്ല. കാരണം അതിന് ഗവൺമെന്റ് രേഖയിലൊന്നും ആക്കാൻ പറ്റിയില്ല. അതിന് പറഞ്ഞ അവർ പറഞ്ഞത് പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടേ പറ്റുള്ളൂ. ഇതൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഒറിജിനലി ഇവിടെ നിന്ന് തുടങ്ങിയേക്കണത് ആൾക്കാർ ഇവരൊക്കെയാണ്. അത് പൂർത്തിയായാലാണ് എന്റെ പേരിലാക്കി തരാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറഞ്ഞു. അത് സത്താം ഉമൈരിയും പറഞ്ഞ്, സിദ്ദീഖും പറഞ്ഞ്, എല്ലാരും പറഞ്ഞു പൂർത്തിയാവുമ്പോൾ ആക്കി തരാം. എന്നിട്ട് പൂർത്തിയായപ്പോ എന്നെ ആക്കാതെ പകരം അവരാളെ വെച്ചിട്ട് അത് നേരെ ലിക്വിഡ് എടുത്തിട്ട്, അതിനു മുമ്പ് ഈ 100 കോടി ബാങ്ക് ഗ്യാരണ്ടി ഇതാണ് കേട്ടോ. എന്നെ സിദ്ദീഖ് അഹമ്മദ് വാരിസും കൂടി ഇതിന്റെ കോപ്പി തരികയും ചെയ്ത് ഒറിജിനൽ കാണിച്ചു തരികയും ചെയ്തു. നിങ്ങൾ ധൈര്യമായിട്ട് മുടക്കിക്കോ, ഞങ്ങൾ പണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പണം മുടക്കണമെങ്കിൽ തിരിച്ചു തരണമെങ്കിൽ തിരിച്ചു തരാം. നിങ്ങൾ ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് അവിടെ വേഗം തീർക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്, നിങ്ങളെ ഷെയർ മുടക്കിക്കോ, നിങ്ങൾ പൂർത്തിയാവുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആവശ്യം സഹിതം ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിച്ചത്. ഏതാണ് കാണിച്ചത്? ഈ IOB ബ്രാഞ്ചിന്റെ 100 കോടി രൂപ. അത് എവിടെയൊന്ന് കൃത്യമായി വായിച്ച് പറയാമോ? At the request of our client Akbaram Sheikh, proprietor of Sargam Enterprises, account number so and so, we hereby ready to open a financial bank guarantee by the reference number so and so in your favor of your customer Abdul Waris Kariyadan Abdul Manaf. ഞാൻ പാലക്കാട് കോടതിയിലും കേസ് കൊടുത്തിരിക്കുന്ന 2ാം പ്രതിയായിട്ടുള്ള ആളാണ് ഇയാൾ. ഇയാളെ പേരിലുണ്ടെന്നും പറഞ്ഞിട്ട് സിദ്ദീഖും ഇയാളും കൂടെ അത് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു കോപ്പി തന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഇത് ഇതല്ലേ. ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാനിത് വെരിഫൈ ചെയ്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ 2015 ശേഷമൊക്കെ ഇത് വെരിഫൈ ചെയ്തപ്പോൾ ഇത് ഇല്ലയെന്ന് എനിക്ക് വിവരം കിട്ടി. അതിനെ തുടർന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസിൽ ഇതിനകത്ത് പോലീസ് ഇത് ഫോർജഡ് ആണെന്ന് തെളിഞ്ഞു. പോലീസിന് ബാങ്ക് മാനേജർമാർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് പോലീസിൽ, ദിസ് ഈസ് എ ഫോർജഡ് ഇൻസ്ട്രുമെന്റ്. ഇത് താങ്കൾക്ക് എങ്ങനെയാണ് തന്നത്? എനിക്ക് ഒരു കോപ്പി ഇങ്ങനെ തന്നു, ഇങ്ങനെ ഇതേപോലെ ഒരു ഫോട്ടോ കോപ്പി തന്നു. ഒരു ഫോട്ടോ കോപ്പി അവര് ഇപ്പൊ എസ്റ്റാബ്ലിഷ് സമ്മതിക്കുന്നുണ്ടോ? അവര് സമ്മതിക്കാതെ നിർത്തിയില്ല അവർക്ക്. കാരണം ഇത് ബാങ്ക് മാനേജർമാർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുൽ വാരിസ് ഇത് കൊണ്ട് ബാങ്കിൽ വന്നിരുന്നു. ഏത് ബാങ്കില്? ഈ HDFC ബാങ്കിൽ വന്നിരുന്നു. HDFC ബാങ്കിന്റെ മാനേജർ ഇത് ഇന്ത്യൻ IOB ബാങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്തപ്പോ ഇത് കളവാണെന്ന് അവർ പറഞ്ഞെന്ന് പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അത് CC 293/2016 കൊടുത്തിട്ടുണ്ട്. മൊഴി അത് അക്സെപ്റ്റ് ചെയ്ത് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താങ്കൾക്ക് ബാങ്ക് ഗ്യാരണ്ടി കാണിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് എന്തെങ്കിലും കാരണവശാലാണ് താങ്കൾക്ക് പൈസ തിരിച്ചെടാൻ റെഡിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു കാര്യം അത്. 2, ഞാനിത് ഇവരെ പോലെയുള്ള സിദ്ദീഖ് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആളെ പോലെ ഉള്ള ഒരാള് നമ്മളെ ചതിക്കുമെന്ന് വിചാരിക്കണില്ല. അബ്ദുൽ വാരിസ് എന്ന് പറഞ്ഞാൽ ഉള്ള ഒരാള്. അയാളെ പറ്റിയുള്ള പബ്ലിക്കുള്ള അഭിപ്രായം എന്താണ് സിദ്ദീഖ് അഹമ്മദിനെ കുറിച്ചുള്ള? പബ്ലിക്കില് ഇമേജ് ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആണെന്നൊക്കെ പുള്ളി തന്നെ വിക്കിപീഡിയയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം PR വർക്കാണ്, വേറെ ആരും തനിച്ച് പറയുന്നില്ല. പുള്ളി ഇപ്പൊ ഇന്റർനെറ്റിൽ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് PR വർക്ക് നടത്തിയാൽ എന്ത് വേണമെങ്കിലും നമ്മളെ കുറിച്ച് എഴുതി വെക്കാം. നമ്മൾ വലിയ ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇദ്ദേഹം ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിൽ നിന്ന് 3 കോടി രൂപ ഇദ്ദേഹം വാങ്ങിച്ചെടുത്തിട്ട് 3 കോടി രൂപ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അത് പുള്ളി തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് എവിടെ ഉണ്ടായിരുന്നു. അതേപോലെ വേറൊരു സ്ഥലത്ത് നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞു, ഇദ്ദേഹം സ്കൂളുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് ബസ് കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇടക്കിടക്ക് ഗവൺമെന്റ് ആയിട്ട് ടൈപ്പ് ആയിട്ട് ഒരേ പ്രോഗ്രാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടത്തും. ആ ക്യാമ്പയിൻ മാത്രം വരും,
പബ്ലിസിറ്റി ആയിട്ട് വരും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അതെ, അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യൂല. അതാണ് പുള്ളിയുടെ പരിപാടി. അദ്ദേഹം എല്ലാ സ്ഥലത്തും ഇയാള് ഓരോ ബിസിനസ് മീറ്റിലൊക്കെ കയറി കൂടി അവിടെ വരുമ്പോ ആരെങ്കിലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വരുമ്പോഴോ ആരെങ്കിലൊക്കെ വരുമ്പോഴൊക്കെ കയറി ഫോട്ടോ കൊടുക്കും കൂടെ നിന്ന്, അതെല്ലാം പബ്ലിഷ് ചെയ്യും. പിന്നെ MLA മാര് പോപ്പിനെ കാണാനായിട്ട് ഇവിടുന്ന് പോകുമ്പോ അതിന്റെ കൂടെ എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രാവൽസ് ഒക്കെ ഉണ്ടല്ലോ, ITയിലും ഇതൊക്കെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഒക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് അവരെ കൂടെ കയറി കൂടും, അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കും, അത് കൊണ്ടുപോയി ഫേസ്ബുക്കിൽ ഇടും. പോപ്പിന്റെ ഒപ്പം നിൽക്കുമ്പോ ഈസ് തിങ്കിങ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് ദ ഇമേജ് ഓഫ് പോപ്പ്. പോപ്പിന്റെ ഉള്ള ആളുകളെ കാണണമെങ്കിൽ അതുപോലുള്ള സ്റ്റാറ്റസും ഒക്കെ സമൂഹത്തിൽ മാന്യതയും പേരും പ്രശസ്തിയുള്ള ആളുകളാണല്ലോ അവിടെ ചെല്ലുന്നത്. പോപ്പിന്റെ ഒപ്പം സാധാരണ ഇവിടുന്ന് ഏറ്റവും വലിയൊരു ഭക്തൻ പോയാൽ പോലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷെ ഇദ്ദേഹം പോയി ഫോട്ടോ എടുക്കും. അതായത് അദ്ദേഹം എല്ലാ തരത്തിലും തട്ടിപ്പ് നടത്തി. എന്നാൽ അയാളുടെ ചരിത്രം, അയാൾ വളർന്നതിന്റെ ചരിത്രത്തിൽ തട്ടിപ്പും വെട്ടിപ്പുമാണ്. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇത്ര വളർന്നതിന്റെ പിന്നിൽ ഒരു ധാരാളം ക്രൈം ചെയ്തിട്ടാണ് എത്തിയതെന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ. താങ്കൾ തന്നെ എന്റെ സാക്ഷിയാണ്. ഞാൻ തന്നെ എന്റെ സാക്ഷി. ഓക്കെ, ഇത് നടന്ന ശേഷം ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? ഇപ്പം അതിനുശേഷം താങ്കൾ ഇപ്പോൾ പാലക്കാട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, അതുവരെ എത്തിയ സംഭവം ഈ ലിക്വിഡേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ തന്നെ കോവിഡ് ആയി. ലിക്വിഡേഷൻ എഗ്രിമെന്റിന്റെ കോപ്പി എനിക്ക് കിട്ടി കയ്യിൽ. ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ എൻ്റെ പണമൊക്കെ വേറൊരാൾക്ക് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ ഈ എഴുതി വെച്ചേക്കുന്നത് കണ്ടു. എനിക്കാണെങ്കിൽ 2015 എഗ്രിമെന്റിൽ കമ്പനി ചെക്ക് എല്ലാം തന്നിരുന്നു, ചെക്ക് തന്നിരുന്നു. അതിൽ കമ്പനി ഡയറക്ടേഴ്സ് ഒപ്പിട്ടായിരുന്നു ചെക്ക്. ഞാൻ അത് കൊണ്ട് പ്രസന്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ അവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞൊരു അഡ്വക്കേറ്റിനെ പോയി കാണാൻ പറഞ്ഞു. അവരുടെ തന്നെ ഈ ലിക്വിഡേറ്റ് തന്നെ ചെയ്ത അഡ്വക്കേറ്റിനെ കാണാൻ പറഞ്ഞപ്പോൾ ആ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇത് കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല, ഇത് പ്രകാരം നിങ്ങൾക്ക് പണം കിട്ടാൻ അർഹതയുണ്ട്, ഞാൻ അവരായിട്ട് സംസാരിക്കാം, അത് എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ആഴ്ച ഫയൽ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ദമാമിൽ 2 ആഴ്ച അത് വെയിറ്റ് ചെയ്ത് സ്റ്റേ ചെയ്തു. എനിക്ക് ഒരുപാട് എക്സ്പെൻസായി അവിടെ സ്റ്റേ ചെയ്തതിന്. അവിടെ ഒരു ദിവസം 10,000 രൂപ ഹോട്ടലിൽ വരും, പിന്നെ താമസം ട്രാവലെല്ലാം വേറെ വരും. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് കാണാതായി, ഇത് മറുപടി ഇല്ലാതായപ്പോൾ ഞാൻ സിദ്ദീഖ് അഹമ്മദിനെ ദുബായ് ഓഫീസിലേക്ക് വീണ്ടും ദമാം ഇന്ന് ദുബായിൽ പോയി അവിടെ അയാളുടെ ഒരു അടുത്ത സുഹൃത്തിനെ പോയി കൂട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് വളരെ മോശമായിട്ട് ഇതിൻ്റെ ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് വെറുതെ കുറേ പേഴ്സണൽ അഫയേഴ്സ്, അവരുടെ ഫാമിലി മാറ്റേഴ്സൊക്കെ വിളിച്ച് പറയുക. ഈ കാര്യം സംസാരിക്കണില്ല ഇയാൾ. അങ്ങനെ ഞാൻ പറഞ്ഞു, സത്താമും നിങ്ങളും കൂടെ കൂടിയിട്ട് എൻ്റെ പേരിൽ എഗ്രിമെൻ്റ് ഒക്കെ ആക്കി പൈസ മേടിച്ചതല്ലേ, ആ സത്താമിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട, അവൻ അങ്ങനെയൊന്നുമല്ല, അവനൊരു അറബിയാണ്, അവൻ അങ്ങനെയാണ്, നിങ്ങൾ എന്തിട്ടാണ് സത്താമിനെ പറയണെന്തിനും, നിങ്ങളെന്തിനാ അത് പറയണത്, അവൻ ഒപ്പിട്ടെന്നും പറഞ്ഞുകൊണ്ട് അവനെന്തിനാ നിങ്ങൾ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് ചൂടായി. ഇയാളുടെ ഏറ്റവും വലിയ സുഹൃത്തിനെയും കൊണ്ടാണ് ഞാൻ പോയേക്കണത്. എന്നിട്ട് പോലും അയാൾ അവിടെ സുഹൃത്ത് പോലും ആകെ നാണം കെട്ടുപോയി അങ്ങനെ അയാൾ റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ കോർട്ടിൽ പോയി ഓർഡർ മേടിക്കും. ഉടനെ തന്നെ ഇയാൾ CEO റസാഖ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ഇയാളെ കമ്പനിയുടെ CEO, 1 ലക്ഷം റിയാൽ സാലറി മേടിക്കുന്ന ആളാണ് ഒരു മാസം. അയാളെ വിളിച്ചിട്ട് ഉടനെ പറഞ്ഞു, എന്താണ് അതിലത്തെ കാര്യമുള്ളത്, അവിടെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു, കമ്പനി അത് വക്കീലിൻ്റെ അടുത്തോട്ട് വിട്ടിട്ടില്ലേ, അത് കോർട്ടിൽ നിന്ന് അവർ ഓർഡർ മേടിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ അവിടെ അവസാനിപ്പിച്ച്. പിന്നെ ഞാൻ തിരിച്ച് സൗദിയിൽ ചെന്ന് വക്കീലിനെ കണ്ടപ്പോൾ ഇയാൾ അതുവരെ ഉണ്ടായിരുന്ന വക്കീലിൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറി. നമ്മളോട് വളരെ പ്ലീസിങ് ആയിട്ട് നിന്നിരുന്ന വക്കീൽ പിന്നെ ഇയാളുടെ ഇൻ്റർഫിയറൻസിനെ തുടർന്നിട്ട് ആ വക്കീൽ പിന്നെ എന്നെ മൈൻഡ് ചെയ്യണില്ല. അവിടെ ചെന്നിട്ട് ഫയൽ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കളാൻ പറഞ്ഞിട്ട് അവരുടെ ഒരു ജൂനിയർ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ട് 3 വക്കീലന്മാരുടെ ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസ് നടത്തുമെന്ന് പറഞ്ഞാലോ എന്നെ അങ്ങോട്ട് വിട്ടേക്കണത്, ഞാൻ നടത്തൂല, ഞാനാണ് ഇത് ലിക്വിഡേറ്റ് ചെയ്തത്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോന്നും പറഞ്ഞിട്ട് 3 വക്കീലന്മാരുടെ ഫോൺ നമ്പർ തന്നു. അവർ കേസ് നടത്തുന്നതിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പോയി നിങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കോ. അപ്പം ഞാൻ പറഞ്ഞ ഡ്രാഫ്റ്റ് നിങ്ങളെ കാണിക്കാം കേസിൻ്റെ, അതൊന്നും കൂടെ കാണിക്കാൻ പറ്റുമൊന്നുമില്ല, അതൊക്കെ കോടതിയിൽ കേസ് വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ചെന്ന് ആ വക്കീൽ വലിയൊരു ഹെവി ഫീസ് പറഞ്ഞു, $25,000 വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് ബാർഗെയിൻ ചെയ്തിട്ട് അയാൾ സമ്മതിച്ചില്ല. പിന്നെ അയാളെ ജൂനിയറിനെ ഏൽപ്പിച്ചു. അയാൾ കേസ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ ലിക്വിഡേഷൻ എഗ്രിമെൻറ്റിൽ ഇയാളിങ്ങനെ എൻ്റെ പണം തരാതെ ലിക്വിഡേറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് വിധി വന്നു. അതാണ് ഉണ്ടായത്. ആ കോടതിയിൽ നിന്ന് വിധി വന്ന സമയത്ത് കേസ് നടക്കുമ്പോൾ തന്നെ ഇയാൾ രേഖകളൊക്കെ ഹാജരാക്കി. എന്തൊക്കെ രേഖകൾ അതിൽ ഹാജരാക്കി? അതിൽ ഹാജരാക്കിയത് ഒന്ന് ഈ അറബി ഒപ്പിട്ട രേഖ, സത്താമ മേരി,
പിന്നെ എനിക്ക് പിരിഞ്ഞു പോകുമ്പോൾ അല്ല കമ്പനി വേറെ ആർക്കെങ്കിലും വിൽക്കുകയാണെങ്കിലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിലോ എൻ്റെ പണം തരാമെന്നുള്ള രേഖ, ചെക്ക്, ഇത്രയും സാധനം ഹാജരാക്കി. അപ്പോൾ ഇവർ പറഞ്ഞു, അവിടെ കോടതിയിൽ പറഞ്ഞു ഇങ്ങനത്തെ രേഖയൊന്നും ഞങ്ങൾക്ക് അറിയില്ല, പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കോടതി അതൊന്നും കൺസിഡർ ചെയ്യാതെ വൺസ് യു സൈൻഡ് ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അൺലെസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് അതർവൈസ് ഇൻ ഹാൻഡ് റൈറ്റിംഗ് ഓർ സിഗ്നേച്ചർ എനി ഡിഫറൻസ്, അങ്ങനത്തെ കണ്ടൻഷൻസിനുള്ള പ്ലീഡിങ്സിനൊക്കെ ടൈം കൊടുത്തിട്ട് കോടതി അത് ഫൈനലായിട്ട് വിധി പറഞ്ഞു, പൈസ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആസ് എ ലിക്വിഡേറ്റർ he have the knowledge of my investment and he is a partner, he is a liquidator as well as a consultant, he is everything in the company. എന്നിട്ട് പൈസ തരാതെ ചെയ്തതിന് അയാളോട് പേഴ്സണലി കൊടുക്കാൻ പറഞ്ഞു. അവരതിന് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പീൽ പോയി. പിന്നീട് ഫൈനലായിട്ട് അത് കമ്പനി കൊടുക്കണമെന്നും പറഞ്ഞു. കമ്പനി ചെക്ക് ആയതുകൊണ്ട് കമ്പനി തന്നാൽ മതി എന്ന് പറഞ്ഞാണ് പിന്നെ അപ്പീൽ കോടതി വിധിച്ചത്. അപ്പോഴത്തേനും കമ്പനി അതിന് 2 വർഷം മുമ്പ് ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കത് എൻഫോഴ്സ് ചെയ്യണതിൽ ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ലക്ഷക്കണക്കിന് റിയാൽ ചിലവാക്കി കേസ് നടത്തുമ്പോൾ അത് ഒരു 10% ചാൻസ് പോലും ഇല്ല. പിന്നെ അവിടെ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയുടെ അസറ്റ്, കാരണം അസറ്റ് ഹൈഡ്രോഫിറ്റ് അറേബ്യ എന്നും പറഞ്ഞിട്ടുള്ള ഇയാളുടെ വേറെ കമ്പനിയിലോട്ട് പോയി. അതിൻ്റെ പാർട്ട്ണർ അവിടുത്തെ തന്നെ വേറെ സ്വാധീനമുള്ളൊരു തുവൈജിരി എന്നും പറഞ്ഞിട്ടുള്ള ഒരു അറബിയും സിദ്ദീഖ് അഹമ്മദാണ്. അതിൻ്റെ ഒറിജിനൽ ലൈസൻസിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിപ്പോൾ പാലക്കാട് മജിസ്ട്രേറ്റ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കോൺസ്പിറസിയാണ് നടന്നത് എൻ്റെ ഈ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അബ്ദുൽ വാരിസും അയാളുടെ ബ്രദറും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പൊ പാലക്കാട് അവിടെ സൗദി അറേബ്യയിൽ ഹാജരാക്കി? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 1 ലീഗഡേഷൻ അഗ്രിമെന്റ്, 2 അവർ തന്ന ചെക്ക്, 3 അവർ തന്ന അഗ്രിമെന്റ്, 4 അവർ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റിൽ അവർ ഒപ്പിട്ട് തന്നത്. 4 രേഖകൾ ഹാജരാക്കി സൗദി അറേബ്യയിൽ. അതിൽ നമുക്ക് അനുകൂലമായി വിധി വന്നു. അപ്പൊ ആ രേഖകൾ വാലിഡ് ആണ്. ഈ രേഖകൾ ആണോ പാലക്കാടും ഹാജരാക്കി? അത് തന്നെ, ഈ രേഖകൾ തന്നെയാണ് പാലക്കാടും ഹാജരാക്കിയിട്ടുള്ളത്. അതായത് ഒരു കോടതി അംഗീകരിച്ചിട്ടുള്ള രേഖകളാണ്. പിന്നെ എഗ്രിമെന്റും, പിന്നെ സർട്ടിഫൈഡ് കോപ്പി ഓഫ് കേസ് 293 ഇൻ എക്കണോമിക് ഒഫൻസ് കോർട്ട് എറണാകുളം. അതിൽ അബ്ദുൽ വാരിസും അയാളുടെ ബ്രദറും പ്രതിയായിട്ട് കേസുണ്ട്. അതിൽ വേറെ ലായ്ക്കലി എന്ന് പറഞ്ഞ ഒരാളും കൂടെ കൂടിയിട്ട് പ്രതിയായിരുന്നു. അയാൾ എനിക്കൊരു 28 സെന്റ് സ്ഥലം, സെന്റിന് 1 ലക്ഷം രൂപ വീതം വിലയുള്ള ഒരു സ്ഥലം, അന്ന് തരുന്ന സമയത്ത് ഒരു 50,000 രൂപ വിലയുള്ളൂ. ഇപ്പൊ അതിനൊരു 1 ലക്ഷം രൂപ വിലയായി. 2020 എനിക്ക് തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് എനിക്ക് ഒരു 2,10,00,000 രൂപയോളം എനിക്ക് മുടക്കിയ കാശ് എനിക്ക് കിട്ടാനുണ്ട്. അത് അയാളുടെ റെസ്പോൺസിബിലിറ്റി, അയാൾ അത് തീർത്തതാണ്. അയാളുടെ പേരിൽ നിന്ന് കേസ് ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് അയാളെ ഞാൻ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത് ബാക്കി 2 പ്രതികളായിട്ടുള്ള അബ്ദുൽ വാരിസും മുഹമ്മദ് ആരിഫും ആ കേസിൽ പ്രതിയാണ്. ഇപ്പോഴത്തെ കേസിൽ സിദ്ദീഖ് അഹമ്മദും കൂടെ പ്രതിയാണ്. അവരോട് ഈ പാലക്കാട് മങ്കര അതിൻ്റെ അകത്ത് സ്ഥലം കാണിക്കുന്നുണ്ട്. താങ്കൾ കേസ് കൊടുത്ത് പാലക്കാടാണ്. ഇത് നടന്നിരിക്കുന്ന ഡീലൊക്കെ സൗദി അറേബ്യയിലാണ്, ശരിയാണല്ലോ? ആണ്. പക്ഷെ ഞാൻ ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് സിദ്ദീഖ് അഹമ്മദിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ അബ്ദുൽ വാരിസ് തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച്. സിദ്ദീഖ് അഹമ്മദിന്റെ വീട് എവിടെയാണ്? അത് മങ്കര പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെ, പാലക്കാട്. അല്ല, തറവാട് വീട്, ഇപ്പോഴത്തെ വീടല്ല, പഴയ വീട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതും ഉറപ്പിച്ചതും ഇതാക്കി. അതിനുശേഷമാണ് ഞാൻ സൗദിയിൽ പോണത്. ഈ താങ്കൾ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന പാലക്കാട് കൊടുത്ത CMP ഫയലിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പോലീസ് കേസ് എടുത്തില്ലാന്ന് തോന്നുന്നു അല്ലേ? പോലീസ് പക്ഷേ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ഇതൊരു വലിയ തട്ടിപ്പായതുകൊണ്ട് ഇത് വിശദമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട കേസാണ്. പോലീസ് അതിനുവേണ്ടി കുറച്ച് ടൈം എടുത്തപ്പോൾ അത് ഡിലേ ആയപ്പോഴാണ് ഞാൻ കോടതിയിൽ പോയത്. പോലീസ് അന്വേഷിക്കില്ലാന്നൊന്നും പറഞ്ഞില്ല. പോലീസ് പരാതി കൊടുത്തു. ഞാൻ 3 ദിവസം കാത്തിരുന്നു. അത് കഴിഞ്ഞ് SP-ക്ക് പരാതി കൊടുത്തു. അപ്പോൾ SP-ക്ക് മറ്റേ കേസുള്ളത് കൊണ്ട് അതും കൂടെ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇവിടെ വേറെ കേസ് ഉണ്ടല്ലോ 2 പ്രതികൾക്കെതിരെ. അപ്പൊ മൾട്ടിപ്ലിസിറ്റി ഓഫ് എഫ്ഐആർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു. മൾട്ടിപ്ലിസിറ്റി അല്ല, കാരണം അതിന്റെ കോസ് ഓഫ് ആക്ഷൻ അവർ ആ പൈസ വാങ്ങിച്ചതിന് മാത്രമാണ് കേസ്. ഇപ്പൊ ഇതിന്റെ കേസ് എന്ന് വെച്ചാൽ ഈ പൈസയും വാങ്ങിച്ച് എനിക്ക് തരേണ്ട ഷെയർ വേറൊരാളെ പേരിൽ ചേർത്തിട്ട് അയാളെ കൊണ്ട് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യിച്ചിട്ട് സിദ്ദീഖ് തട്ടിയെടുത്തുള്ളതാണ് പുതിയ കേസ്. അതിൽ അവർ ഉൾപ്പെടെ പ്രതിയാണ്. അവരില്ലാതെ പിന്നെ ആ കേസ് നിൽക്കൂല. ഈ പാലക്കാട് മങ്കരയിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ഈ സംഭവം, അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം സൗദിയിൽ വെച്ചിട്ടും അതേപോലെ വേറെ ഏതാ സ്ഥലങ്ങൾ നടന്നത്? മൊത്തത്തിൽ പിന്നെ പൈസ എൻ്റെ ബ്രദർ കൊടുങ്ങല്ലൂരിൽ ഉണ്ട്, അവൻ്റെ വീട്ടിൽ വെച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. മന്ദലാംകുന്നിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചാവക്കാട് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത്
ട്രാവൽസിൽ വെച്ച് പൈസ കൊടുത്തിട്ടുണ്ട് ITL. പിന്നെ ബാംഗ്ലൂരിൽ പൈസ കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഈ സിദ്ദീഖ് അഹമ്മദിന്റെ അറിവോടെ കൂടി സിദ്ദീഖ് അഹമ്മദ് പണമെല്ലാം ഇവിടുന്ന കൊടുത്തത്. പണം ഈ 3,10,000 റിയാൽ ഒഴിച്ച് ബാക്കിയുള്ള പണമൊക്കെ നമ്മൾ ഇവിടെ കൊടുത്ത് അവരിവിടെ റെസീറ്റ് തരികയാണ് ചെയ്തത്. അവിടെ കൊടുത്തതിനുള്ള റെസീറ്റ് അഗ്രിമെന്റ് ഉണ്ട്. അതോ ഈ അഗ്രിമെന്റ് ഈ സൗദിയിലെല്ലാം നടന്ന സംഭവത്തിന് ഇവിടെ കേസ് എടുക്കാൻ പറ്റുമോ? അത് പറ്റും. അതെങ്ങനെയാണ്? അത് കാരണം ഇവിടെ നിന്നാണ് അത് തുടങ്ങണത്. നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടത് ഇവിടെ നിന്നാണ് അതിൻ്റെ കോൺസ്പിറസിയും അതിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ 2 പേരും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരനെ വിദേശത്ത് വെച്ചിട്ട് വേറൊരു ഇന്ത്യക്കാരൻ പറ്റിച്ചാലും ഇവിടെ കേസ് നിൽക്കും, ഇന്ത്യയിൽ നിയമപരമായി നിൽക്കും. അദ്ദേഹം ഈ പറയുന്ന കേസൊക്കെ വന്നു, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും താങ്കൾക്ക് പൈസ തരാമെന്നോ എന്തെങ്കിലും പറഞ്ഞു ഇതുവരെയായിട്ട്? അദ്ദേഹം ഞാൻ കേസ് കൊടുക്കുന്നതിന് ഇല്ല, കേസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടപെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് സത്താമിൻ്റെ അടുത്ത് പോയി മേടിക്കട്ടെ, അത് റിസാക്ക് CEO കാണട്ടെ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും, ഞാൻ വലിയ MD ആണ്, എനിക്കതൊന്നും, അതാണ് അയാളുടെ ഭാവം. പുള്ളിയുടെ വിചാരം പുള്ളി നമ്പർ 2 ഓഫ് യൂസഫലി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയാണെന്നുള്ള ഒരു ധാരണയാണ് പുള്ളി ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടൂല, അതൊക്കെ അവിടെ പോയി സംസാരിക്കും എന്ന് അങ്ങേര് ഞാൻ അയാളുടെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അവരെ വിളിക്കുകയും ചെയ്ത് എന്താണ് ഇവിടെ വന്നേക്കണത്, ഈ അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്നേക്കണേ എന്തിനാ, നിങ്ങളായിട്ടല്ലേ നിങ്ങൾ എന്താ തീർക്കാത്തത് എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചോദിച്ചത്. പിന്നീട് വീണ്ടും വേറെ ആൾക്കാർ ഇടപെട്ടപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ നിങ്ങളുടെ കമ്പനി മേടിച്ചിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇയാൾ. ആ കമ്പനി ഞാൻ മേടിച്ചിട്ടില്ല. അതിനെന്താണ് മറുപടി പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണത്. അതായത് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിന് നേരത്തെ ഇതിൽ യാതൊരു കണക്ഷനുമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് ക്ലിയർ കട്ട് വന്നെന്ന് പറഞ്ഞാൽ സത്താം ഒമൈരി എന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറാണ്, ഇദ്ദേഹത്തിന്റെ ബിനാമിയാണ്. ഇതെല്ലാം വാക്കാൽ പറഞ്ഞ എല്ലാം ചെയ്തത് പുള്ളി തന്നെയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണല്ലോ. അവസാനം ഇയാൾ കൈ കഴുകാണ്. ഈ അതിനെന്തെങ്കിലും 2010 ബന്ധം ഉണ്ടായിരുന്നതിന്റെ തെളിവുണ്ടോ നമ്മളടുത്ത്? അതിന് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ഇവർക്ക്. പുള്ളി വേറൊരാൾക്കൊരു ഇൻഫർമേഷൻ ഇയാൾ കൊടുത്തിരുന്നു വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചപ്പോൾ. അദ്ദേഹം അവർ പറഞ്ഞു എനിക്ക് ഈ കമ്പനിയായിട്ട് 2010-ലോ 2011-ലോ ഒന്നും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ 2010 ഇദ്ദേഹത്തിൻ്റെ മാനേജർ ഇദ്ദേഹത്തിന് ഉൾപ്പെടെ കോപ്പി അയച്ച ഒരു മിനിറ്റ്സ് ഓഫ് ദ മീറ്റിങ്ങും അതിൻ്റെ ബഡ്ജറ്റും എല്ലാം വിത്ത് അതിൻ്റെ ഹെഡർ ഉൾപ്പെടെ ഫോർവേഡ് ആരെടുത്തുനിന്ന് ഫോർവേഡ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവിൻ്റെ അടുത്തുണ്ട്. അത് വാല്യൂ ആയിട്ടുള്ളതാണ്. എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് അത് വാല്യൂഡ് എവിഡൻസ് ആണ്. ഈ ഇമെയിലാണ്, അതിൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം കോപ്പി. ഇതില് താങ്കൾക്കെതിരെയും അതേപോലെ നമ്മുടെ യദു കൃഷ്ണ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇത് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെതിരെ അവരിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കും, 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. അതേപോലെ ക്രിമിനൽ കേസും കൊടുത്തതായിട്ട് പറയുന്നു. അതിന്റെ രേഖകളാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പം അവരുടെ അഡ്വക്കേറ്റ് ഷെയ്ഖ് അബ്ദുള്ള എനിക്ക് അയച്ചു തന്നത്. ഈ ഡോക്യുമെന്റ് താങ്കൾ കണ്ടതാണല്ലോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അങ്ങനെ ഒരു സംഭവം അയാൾ കളവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2021 ജനുവരി 26 ഞാൻ അവിടെ പോയി. ഞാൻ അയാളുടെ വീട്ടിലോട്ട് ഞാൻ ഒരിക്കലും അതിക്രമിച്ച് കയറിയിട്ടില്ല. പരാതി പറയണത് ഞാൻ അതിക്രമിച്ച് കയറി വിത്ത് ഗോൺസ് എന്നാണ് പറയണത്. ഞാൻ കൂടെ പോയത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ മകൻ ഇവിടെ നമ്മുടെ കൊച്ചിൻ റിഫൈനറിയിലത്തെ ഒരു കോൺട്രാക്ടറിനായിട്ടാണ് ഞാൻ പോയത്. മങ്കരയുള്ള വീട്ടിലേക്ക് ഒരു 6 മാസം ഒരു സുഹൃത്ത് ഫസൽ എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള. ഞാൻ അവിടെ ചെന്നിട്ട് അനുമതി ചോദിച്ചു. സെക്യൂരിറ്റി ഗാർഡ് അവിടെ പോയിട്ട് അഡ്വക്കേറ്റ് അക്ബർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് തുറന്നു തന്നിട്ടാണ് ഞാൻ വണ്ടി അകത്ത് കയറ്റിയത്. ഞാൻ അവിടെ ചെന്നപ്പോഴും ഇയാൾ ഇതേപോലെ ഈ ദുബായിൽ ഉണ്ടായ പോലത്തെ ഒരു അനുഭവം ഇവിടെ ഉണ്ടായി. വീണ്ടും ഇയാൾ വന്ന ആളെ ആദ്യം തന്നെ ഇൻസൾട്ട് ചെയ്തു. ഇയാൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ്. അയാളെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയാളെ മാറ്റി നിർത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ. അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കമ്പനിയുടെ കാര്യത്തിനാണെങ്കിൽ വന്നെങ്കിൽ നിങ്ങൾ സത്താമിനെ വിളിക്കൂ, അല്ലെങ്കിൽ എൻ്റെ സിഇഒനെ വിളിക്കും. സിഇഒനെ വിളിക്കുന്നു പറയുമ്പോൾ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് അയാൾ സിഇഒനെ വിളിക്കാൻ പറയുമോ? ഓൾ കമ്പനി, അയാൾക്ക് 40 കമ്പനി ഉണ്ടെന്നാണ് അയാളുടെ വെബ്സൈറ്റിൽ പറയുന്നത്. ഈ 40 കമ്പനിയും മാനേജ് ചെയ്യുന്ന സിഇഒ ഇയാളാണ്, ഗ്രൂപ്പ് സിഇഒ. അയാളെ ഞാൻ എന്തിനു വിളിക്കണം? അപ്പോൾ ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞൂടെ? പിന്നെ സത്താമും അതിന് തൊട്ട് താഴെ ഇരിക്കുകയാണ്. ഈ സത്താമിൻ്റെ ചേംബറും ഇയാളുടെ അൽഖോബാറിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് ബിൽഡിങ്ങിൽ വളരെ ലക്ഷ്യൂറിയസ് ആയിട്ട് ഇയാളെക്കാളും വലിയ ഒരു ഓഫീസാണ് സത്താമിനെ അയാൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇയാൾ പറയുകയാണ് സത്താം എനിക്കറിയില്ല,
ചില ആൾക്കാരോട് പറയും സത്താമിനെ എനിക്ക് അറിയില്ല, എനിക്ക് നോട്ടീസ് അയാൾ വേറെ അയച്ചു, വേറെ മീഡിയ ആൾക്കാർക്ക് കൊടുത്തു, സത്താമ മേരി എന്നെ അറിയില്ല എന്ന് വരെ പറഞ്ഞ അയാൾ. അങ്ങനെ പറഞ്ഞു. അത് എനിക്ക് തെളിവായിട്ട് കിട്ടിയപ്പോൾ അത് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ പോകണത്. കൂടാതെ ഈ ഹൈഡ്രോഫിറ്റ് അറേബ്യ എന്ന് പറയുന്ന കമ്പനി കിങ്ഡം സ്കഫോൾഡിങ്ങിൽ നിന്ന് ഒരു അസറ്റ് വാങ്ങിച്ചെന്നുള്ളതിനും എനിക്ക് തെളിവ് കിട്ടി. നേരത്തെ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നു. ഇപ്പൊ എനിക്കത് തെളിവ് കിട്ടി. നേരത്തെ എൻ്റെ ലൈസൻസ് 2 കമ്പനിയുടെ ലൈസൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതിൽ നിന്നാണ് അത് വാങ്ങിച്ചേക്കണത്. അതിന്റെ അസറ്റ് ഇവർ ടേക്ക് ഓവർ ചെയ്തെന്നുള്ളതിന്റെ പ്രൂഫ് ഞാനിപ്പോ എനിക്ക് വേറെ കറസ്പോണ്ടൻസിന് കിട്ടി. ഞാൻ അവരെ സാക്ഷിയാക്കുകയും ചെയ്യും കോടതി. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അത് തെളിവ് കിട്ടിയിരിക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. പിന്നെ അടുത്ത കാര്യം, ഞാൻ അയാളെ വീട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ടത് എൻ്റെ കമ്പനി ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനിയുടെ ഷെയർ തരണം. എനിക്കിപ്പോൾ പണം തന്നില്ലെങ്കിലും എനിക്ക് അർഹതപ്പെട്ട ഷെയർ, അതിനകത്ത് 35% ഷെയർ തരണം എനിക്ക് ആ കമ്പനിക്ക്. അതല്ലെങ്കിൽ എൻ്റെ പണം എനിക്ക് പ്ലസ് എനിക്കുണ്ടായ നഷ്ടം, എനിക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും, എനിക്ക് ഈ ലോൺ വന്നതിൻ്റെ പുറത്തും ഞാൻ എൻ്റെ ഒരു ലോൺ പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ. ഒരു കുറി പോലും വെക്കാത്ത ആളാണ് ഞാൻ. ഒരു ബാങ്കിൽ 5 പൈസ ഞാൻ ഇടാത്ത ആളാണ്. ഇല്ല, പലിശയ്ക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യലുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ നിൽക്കലില്ല. എൻ്റെ പ്രോപ്പർട്ടി വിറ്റതും അത് വിറ്റിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് ഇവിടെ അതിൻ്റെ ബിസിനസ് നടന്ന് അവിടെ നിന്ന് റിട്ടേൺസ് ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ ഇവിടെ ലോൺ എടുക്കേണ്ടി വന്നു. അതിൻ്റെ പലിശ എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഒരു മാസം ഞാനൊരു 2.5 ലക്ഷം രൂപ പലിശ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസം എനിക്ക് ബാങ്കിൽ അത്രയും പൈസ അടക്കണം ഇപ്പോൾ. പിന്നെ എൻ്റെ ചിലവുകൾ വേറെ, അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും ചിലവുണ്ടാവും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് എടുത്ത പൈസക്കാണ് എനിക്ക് 2.5 lakhs എനിക്ക് മന്ത്ലി ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദം എനിക്ക് ഉമ്മയ്ക്കും, അതെ എൻ്റെ വീട്ടുകാർക്കും വന്ന സമ്മർദ്ദം. ഉമ്മ നമ്മളെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞു അവർക്ക് അസുഖം ഉണ്ടായത് ഇതുകൊണ്ടാണ്. അവർ ഇതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉമ്മയുടെ വീട്, ഉമ്മ എനിക്ക് ഒരു 10-40 ലക്ഷം രൂപ ഉമ്മയുടെ വീട് മുതൽ ലോൺ എടുത്തിട്ട് എനിക്ക് തന്നിരുന്നു. ഉമ്മക്ക് ഒരു 56 സെന്റും വീട് അവിടെ വേറെ ഉണ്ട്. അതൊരു 2 കോടി രൂപയോളം വില വരുന്ന വീടും വസ്തുവാണ്. അപ്പം 40 ലക്ഷം രൂപ എടുത്തത് ഇപ്പോൾ അത് കുറി എടുത്തിട്ടാണ് തന്നത്. അതിപ്പോൾ ഒരു 1.25 കോടി രൂപയായത്, 1.5 കോടി എങ്ങാണ്ടായത്. 1.25 അവരിപ്പോൾ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. ഒരു 10-80 ലക്ഷം രൂപ കൊടുത്താൽ സെറ്റിൽ ചെയ്യുക അവർ. പക്ഷെ അത് ഇതിനു വേണ്ടി അന്ന് എടുത്തതാണ്. അന്ന് പോലെ ഇപ്പൊ ഇത് അടക്കാൻ പറ്റാത്ത കാരണം കുറെ അടച്ചു പോയിരുന്നു. എല്ലാം കൂടി എനിക്ക് അടക്കാൻ പറ്റാണ്ടായപ്പോൾ അത് കുറി ആയതുകൊണ്ട് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അടക്കേണ്ടി വരില്ല. മറ്റ് സെക്യൂരിറ്റി സർഫേസി പോലെയല്ല. എൻ്റെ ഫ്ലാറ്റ് മേലെ ഞാൻ ലോൺ എടുത്തേക്കുന്നത് സർഫേസി ചെയ്യണം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ട്. മറ്റേത് കുറി കമ്പനി ആയതുകൊണ്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇതൊക്കെ എല്ലാം കൂടെ ചെന്നിട്ട് ഈ ചെറുമീനുകളെ വിഴുങ്ങിയിട്ട് ഈസ് ആൻ അപ്പെക്സ് പ്രെഡേറ്റർ സിദ്ദീഖ് അഹമ്മദ്. ഇതിനകത്ത് പറയുന്നത് അവരയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത്, താങ്കൾക്കും യദു കൃഷ്ണയ്ക്ക് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത് വ്യാജ രേഖകൾ ഉപയോഗിച്ചിട്ടാണ് താങ്കൾ ഇതെല്ലാം നടത്തിയത് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് സിദ്ദീഖ് അഹമ്മദ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു വ്യാജരേഖയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അവരാണ് വ്യാജരേഖ ചെയ്തത്. അദ്ദേഹം വേറെ ഒരു ചാനലിന് യദു കൃഷ്ണയുടെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചോദിച്ചപ്പോൾ ഈ ലിക്വിഡേറ്റ് ചെയ്ത കമ്പനി ഒരു ലെറ്റർ അയക്കുകയാണ് 2020 ജനുവരി 20 ഡേറ്റ് ഇട്ടിട്ട്. ഞാൻ പോയത് 26-ാം തീയതി ആണല്ലോ. ജനുവരി 20 ഡോക്ടർ സിദ്ദീഖ് അഹമ്മദിന് ഫ്രം സത്താം ഒമേരി എന്നൊരു ലെറ്റർ കൊടുക്കുകയാണ്. ഈ അക്ബറിനായിട്ട് യാതൊരു ബന്ധവുമില്ല, അക്ബറിന് ഒരു പൈസ ഒന്നും കൊടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ലെറ്റർ ഇല്ലാത്ത കമ്പനിയുടെ പേരിലുള്ള ലെറ്റർ അടിച്ചുണ്ടാക്കിയേക്കണത് അവരാണ്, ഞാനല്ല. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിക്ക് എങ്ങനെയാണ് പിന്നെ ആ കമ്പനി ലെറ്റർ അടിച്ചിട്ട് ഐ ആം ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി എന്ന് പിന്നെ പറയണത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഞാൻ സൗദിയിലും ചെയ്തതാണ്. ഈ സൗദി കോടതിയിൽ ഹാജരാക്കിയ ഡോക്യുമെന്റ്സ് തന്നെയാണോ ഇവിടെയും? അതും ഹാജരാക്കിയിട്ടുണ്ട്, അതിലും കൂടുതലും ഹാജരാക്കിയിട്ടുണ്ട്. ഇവിടത്തെ കേസിന് അതിനേക്കാൾ താങ്കൾ പണം കൊടുത്തതിനൊക്കെ വ്യക്തമായ രേഖയുണ്ട്. സാക്ഷികളുണ്ട്, രേഖയുണ്ട്. 6-7 സാക്ഷികളുണ്ട് ഞാൻ പണം കൊടുത്തതിന് കണ്ടത്. അതായത് താങ്കൾ കേസ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ പണം തിരിച്ചു കിട്ടും. എനിക്ക് എന്നെ ചീറ്റ് ചെയ്തതിനാൾ ജയിലിൽ പോകും. പണം ക്രിമിനൽ കേസിൽ പണം തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. സിവിൽ കേസ് ഞാൻ മറ്റ് സിവിൽ കേസുകളും കാര്യങ്ങളൊക്കെ അത് വേറെ ഞാൻ ചെയ്യും. പണം തിരിച്ചു കിട്ടാനായിട്ട് ആ രീതിയിൽ ഞാൻ നോക്കും. ഇദ്ദേഹത്തിനെ എന്നെ വഞ്ചിച്ചതിനും വിശ്വാസവഞ്ചന ചെയ്തതിനും ഉള്ള കേസാണ് പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിലുള്ളത്. താങ്കൾ ഈ പറയുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്നെ വ്യാജരേഖ ചമച്ചു, ഫോർജറി, ഈ 100 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ചമച്ച കേസാണുള്ളത്. ഈ IOB ബാങ്കിന്റെ പേരിൽ നടത്തിയ
ചീറ്റിങ്, തട്ടിപ്പ്. തട്ടി ഇതിനകത്ത് അവര് വാർത്ത പ്രസിദ്ധീകരിച്ച യദു കൃഷ്ണയ്ക്കെതിരെ 10 കോടി രൂപയ്ക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ താങ്കളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേരിലും കൂടെ വന്നിട്ടുണ്ട് 10 കോടി രൂപ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൽ ഞാൻ ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത് വഴി ഞാൻ ആ കേസ് വന്നാൽ ഞാൻ നേരിടും. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഡിഫാമേഷൻ കേസിൽ ഓൺലി ഡിഫെൻസ് ഈസ് ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത്. ഐ ക്യാൻ ജസ്റ്റിഫൈ ഇറ്റ് ബൈ ട്രൂത്ത്. അത് ഞാൻ ചെയ്യും. ഞാൻ അയാളെ ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. യദുകൃഷ്ണനും ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. സിദ്ദീഖ് അഹമ്മദ് ഒന്ന് തെളിയിക്കട്ടെ എന്നുള്ളത്. ഇറാം ഗ്രൂപ്പ് വന്ന് തെളിയിക്കട്ടെ, ഐ.ടി.യിൽ വന്ന് തെളിയിക്കട്ടെ. ഓക്കെ, ഇനി എന്തെങ്കിലും പിന്നെ ചോദിക്കാൻ പറ്റേണ്ടതോ പറയേണ്ടതുണ്ടോ? ഇല്ല. അതായത് ഇൻ്റർനാഷണൽ ഗ്രൂപ്പായ ഇറാം മോട്ടോഴ്സ്, അതേപോലെ ITL ട്രാവൽസ്, ഈ സ്ഥാപനങ്ങളുടെ ഉടമയായ സിദ്ദീഖ് അഹമ്മദ്, അദ്ദേഹം നേരത്തെ ഇറച്ചിവെട്ടുകാരനായിരുന്നു എന്നൊക്കെയാണ് എനിക്ക് പലരും വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ധാരാളം തട്ടിപ്പുകളുടെ കഥകളാണ് എന്നെ പലരും ഇൻഫോം ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഈ ഞെട്ടിക്കുന്ന തട്ടിപ്പിൻ്റെ കൃത്യമായി നടത്തിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ രേഖകളടക്കമാണ് ഞങ്ങൾ ഇപ്പോൾ 4 എപ്പിസോഡായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എൻ്റെ റിക്വസ്റ്റ് ഈ കാര്യത്തിൽ, സിദ്ദീഖ് അഹമ്മദിന് ഇപ്പോൾ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. ഈ പേരും പ്രശസ്തിയും മാത്രം പോരാ, ഈ തട്ടിപ്പ് താങ്കൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് നീതി കൂടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. അവരോട് വാങ്ങിയ പണവും അതിൻ്റെ ലാഭവും കൃത്യമായി കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി താങ്കൾക്കുണ്ട്. എന്നോട് വളരെ മാന്യമായിട്ടാണ് സിദ്ദീഖ് അഹമ്മദ് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഭാഗത്ത് നീതിയുണ്ട്, തട്ടിപ്പൊന്നും നടത്തിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇതുവരെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റാണ് എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതാപരമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാർത്തയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിനിരയായ അക്ബറിന് നീതി മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോരാടും. ഈ സിദ്ദീഖ് അഹമ്മദിൻ്റെ ഞെട്ടിക്കുന്ന വളരെ സമൂഹത്തിൽ ചലനമുണ്ടാക്കുന്ന പല കഥകളും പുറത്തു വരും. അദ്ദേഹം ഇറച്ചിവെട്ടുകാരനിൽ നിന്നും എങ്ങനെയാണ് അദ്ദേഹം കോടീശ്വരനായത്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ITL കമ്പനിയുടെയും അതേപോലെ ഇറാം മോട്ടോഴ്സിൻ്റെ ഉടമയായത്, അതിൻ്റെ പിന്നിലെല്ലാം കണ്ണീരിൻ്റെ കഥയുണ്ട്. പലരുടെയും കണ്ണീർ വീഴ്ത്തിയാണ് അദ്ദേഹം ചതിയിലൂടെ, വഞ്ചനയിലൂടെ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന പരമ്പര തുടരും. നന്ദി, നമസ്കാരം.